അല്ല ഞാൻ ഇറങ്ങാൻ നോക്കിയാലോ? നിങ്ങൾക്കിപ്പോ കുറച്ചായിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമല്ല, എപ്പോഴും തിരക്കാണ്. അത് പിന്നെ എന്നും പണിയല്ലടി, ലീവില്ലല്ലോ. അല്ല അമ്മ എടുത്തു. കണ്ടില്ലേ, എപ്പോഴും അമ്മേനെ മതി, ഇന്ന വേണ്ട. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? നമ്മളെ അമ്മയ്ക്ക് സുഖമില്ലായിട്ടല്ലേ? അതിനെന്താ, അമ്മേനെ ഞാൻ പൊന്നു പോലെ നോക്കണില്ലേ? ആ ഇത് പിന്നെ എനിക്ക് അറിയില്ലേ, അതല്ല എന്റെ ഏക സമാധാനം. പിന്നെ പണിക്ക് വന്ന നേരം വൈകുന്നുണ്ട്, ഇപ്പൊ വൈകുന്നേരം കാണട്ടോ. അല്ല അമ്മ എവിടെ? അമ്മ പിന്നെ അമ്മ ആർക്കും ഇല്ലാത്ത പോലെ. അത് ശരി, നിങ്ങക്ക് ഇവിടെ എത്തിയൊന്നുമില്ലേ പണി? ഇപ്പൊ ഡോക്ടർ അമ്മ അടങ്ങിക്കാൻ പറഞ്ഞാലേ പിന്നെ എന്തൊക്കെ എടുക്കണേ? ആ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടല്ലേ. ആ നിങ്ങളിഞ്ഞ് പോയിട്ടില്ലേ? ഈ അമ്മ ഇങ്ങനെ തന്നെയാണ്, എത്ര പറഞ്ഞാലും കേൾക്കൂല. നിങ്ങൾ പോകാൻ നേരം നിങ്ങൾ പോയിക്കോളേ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോണ്ട്. എന്നമ്മ ഞാൻ ഇറങ്ങാണ്, നേരത്തിന് മരുന്നും കുടിച്ചോണ്ട് കഞ്ഞിയും ചോറ് തിന്നോട്, നിങ്ങളെ സൂക്കട് മാറുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്, നിങ്ങള് പോകാൻ നോക്കിക്കോളി. ഇതൊന്നും അമ്മേനോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല, ഇതിലേറെ നല്ല ചെറിയ കുട്ടികളോട് പറയണതാ. ആ മതി മതി ഇങ്ങനെ നോക്കി നിന്നത്. മകനെ വണ്ടൂർക്ക് പണിയെടുക്കാനാ പോയത്, അല്ലാതെ ദുബായിക്കൊന്നല്ല പോയത്. വൈകുന്നേരം അങ്ങോട്ട് തിരിച്ചു വരും. ഓ കണ്ണെടുക്കാതെ നോക്കി നിക്കണേ. അല്ല ഇത്ര പെട്ടെന്ന് കുഴങ്ങും ചെയ്തോ? 2 ജനല് തുടച്ചമ്പോഴേക്കിന് ഇത് കഴിഞ്ഞിട്ട് വേണം ആ റൂമും ഹാളും അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരി തുടക്കാനേ. ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണേ? വേഗം ഒന്ന് അടിച്ചു വരി തുടക്കി. മകൻ വരുമ്പോഴേക്കിനെ ഒരുവിധം പണിയൊക്കെ എടുപ്പിക്കണം. അസുഖമൊന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണ്ടപ്പ അങ്ങനെ. ഓ മകള് വിളിച്ച് ഇപ്പം അന്വേഷണം തുടങ്ങും. ഒരു 4 ദിവസം കൊണ്ടുപോയി നോക്കുവോ? അതറ്റല്ല. എന്നിട്ട് ഇവിടെ തിന്നോ കുടിച്ചോ കടന്നോ ഉറങ്ങിയോ? ഓ എന്താ അന്വേഷണം. അല്ല മേലടിച്ചു വരിയോ? ഓ ഈ 4 സ്റ്റെപ്പ് എടുക്കുമ്പോഴേക്കിന് കാലും ഊരൊക്കെ വേദനിക്കല്ലേ? എന്തെങ്കിലും കാര്യം ചെയ്യാ, ഒരു ലിഫ്റ്റ് ഏർപ്പാടാക്കിയാലോ? ഓ പുന്നാര മകന്റെ വിളി വരുന്നുണ്ട്, തിന്നോ കുടിച്ചോന്നൊക്കെ അറിയാനാവും. പിന്നെ ഇവിടെ നടക്കുന്നത് എങ്ങാനും മകൻ വന്ന് അന്വേഷിച്ചാല് എന്തെങ്കിലും എന്റെ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്റെ സ്വഭാവം. ആ പറയ്. അമ്മതാ അവിടെ ഉണ്ട്. ആ കഞ്ഞി കുടിച്ചോ ഗുളിക കുടിച്ചോ, ഒരു കുഴപ്പമല്ല. നിങ്ങൾ ഇവിടെ ഓർത്തിട്ട് ബേജാറാകൊന്നും വേണ്ട, നിങ്ങൾ പണിയെടുത്തോളി.
അമ്മക്ക് കൊടുക്കൊന്നും വേണ്ട, ഒരു കുഴപ്പമില്ല. അമ്മ കിടക്കുക. ആ ശരി ശരി. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ശരി ട്ടോ. ഇത് നല്ല കഥ. നേരം പെരന്നിട്ടുള്ളൂ അപ്പോഴേക്കെന്നെ കടന്നോ? ഇത് തലക്കാൻ പുറത്ത് വെച്ച് കടന്നിട്ട് ഇത് ആര് തുടക്കുന്ന എത്തിട്ടാ? വല്ലാത്ത കുഴക്ക്, കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. കുഴക്കൊക്കെ ഉണ്ടാവും. വെറുതെ തിന്നു കുടിച്ച് നിക്കല്ലേ, അപ്പൊ കുഴക്കല്ല, അതിലപ്പുറം ഉണ്ടാവും. ഇതും കൂടി തുടച്ചിട്ടേ കടക്കേ ഇരിക്കുക, എന്താച്ചാ ചെയ്തോളി.